സച്ചേട്ടൻ വന്നപ്പോ അമ്മൂമ്മ എന്ന് കാര്യമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ കേട്ടേനെ. മിണ്ടരുത് നീ എന്നോട്. ഡേ, അഭിമാനം വേണം പെണ്ണുങ്ങൾക്ക്, പക്ഷെ അത് ദുരഭിമാനമാവരുത്. അവൻ ഈ വീട്ടു പഠിക്കൽ വരെ വന്നു. നീ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അവൻ പോവായിരുന്നോ? നിന്നെടുത്ത് നിന്ന് അനങ്ങിയോ? നീ വെട്ടി നുറുക്കണം നിന്നെ. അമ്മൂമ്മ വിളിച്ചിട്ട് വരാത്ത ആളാണോ ഞാൻ വിളിച്ചാ വരാൻ പോന്നെ? സ്വന്തം വീട്ടിൽ കയറാൻ ഭർത്താവിന് ഭാര്യയുടെ അനുവാദം വേണോ? വേണ്ടടി വിമലെ, കാളം വാല് പൊക്കുന്നത് കാണുമ്പോഴേ എനിക്ക് കാര്യം മനസ്സിലാവും. അതുകൊണ്ട് മോളെ, നീ അധികം സാമർത്ഥ്യം ഒന്നും എടുക്കണ്ട. നിന്റെ ഭർത്താവ് മുറ്റത്ത് വരെ വന്നപ്പം നീ വേണ്ടതുപോലെ വിളിച്ച് അകത്ത് കേറ്റാതിരുന്നതിന് അമ്മൂമ്മയ്ക്ക് കുറ്റം. നീ നിന്റെ തള്ളയുടെ മോള് തന്നെ. ഓ, എനിക്ക് അതിന് മാത്രം ദണ്ണമുണ്ട് അമ്മൂമ്മ. എന്റെ സ്ഥാനത്ത് അമ്മൂമ്മയായിരുന്നെങ്കിൽ സഹിക്കോ? അല്ലേലും എന്റെ തലയിലെടുത്ത് ഇങ്ങനെ ജന്മം മുഴുവൻ കഷ്ടപ്പാടാ. ആരും എന്റെ മനസ്സ് കാണുന്നില്ല. അമ്മൂമ്മയ്ക്ക് പോരെ എന്നെ കുറിച്ച് വിചാരമില്ല. നിന്നെ കുറിച്ച് വിചാരം ഉണ്ടായിട്ട് അമ്മൂമ്മയ്ക്ക് എന്താണ് ഈ പ്രയോജനം? വയസ്സ് 10-76 വടി തോളയിലുമായി. അല്ല, നിനക്കിപ്പോ എന്താ ഒരു കുഴപ്പം? കാര്യങ്ങളൊക്കെ വിഷ്ണു നോക്കി നടത്തുന്നുണ്ട്. പോരാത്തതിന് നീ കൊച്ചിനെ അയച്ച് സച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. വനജയ്ക്കാണെങ്കിൽ ഭർത്താവ് ഉണ്ടോ ചത്തോന്ന് അറിഞ്ഞൂടാ. നിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഭർത്താവ് സുഖമായിട്ട് ജീവിക്കുന്നു. എന്നാ അവന് വല്ലതും വെച്ച് വിളമ്പണോ തുണി കഴുകി കൊടുക്കണോ ഒന്നും വേണ്ടതാനും. നിന്റെ അല്ലേടി വിമലെ സുഖ ജീവിതം. ഓ പിന്നെ അമ്മൂമ്മയ്ക്ക് പിന്നെ എന്ത് പറയാലോ? അമ്മൂമ്മ എന്ന് ആലോചിച്ച് നോക്കിയേ. വനജയ്ക്ക് എത്രയാ സ്ത്രീധനം കൊടുത്തേ? ഒന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞാലും അവളുടെ ആവശ്യത്തിന് കാശ് എത്രയാ അമ്മയും വിഷ്ണു കൊടുത്തത്? സുനിയുടെ വിസയ്ക്ക് കൊടുത്തത് മറന്നുപോയോ? എന്റെ കാര്യത്തിലോ ഈ മനുഷ്യനെ തലയെ വെച്ച് കെട്ടി അതോടെ ജോലിയും തീർന്നു. ആദ്യത്തെ പ്രസവത്തിന്റെ സമയത്ത് എനിക്കൊരു അലമാര പോലെ അമ്മ വാങ്ങിച്ചു തന്നില്ല. നീ ഒന്നുകൂടെ പ്രസവിക്കടി. അമ്മമ്മ വാങ്ങിച്ചേര അലമാര വേണ്ട. പിന്നെ അമ്മമ്മയ്ക്ക് തമാശയും കളിയാക്കലോ. എന്റെ ചങ്ക് കിടന്ന് പിടയ്ക്കുന്നത് എനിക്ക് മാത്രമേ അറിയൂ. നീ പറയടി, കേക്കട്ടെ. ഞാൻ എന്തോ വേണമെന്നാ? ആ കാശ് എനിക്ക് തരണം. ഏത് കാശ്? ഓ, മനസ്സിലായി. അതാ കാര്യം. വനജയ്ക്കും എനിക്കും കൂടി പകുത്ത് തരാനല്ലേ വിഷ്ണു പറഞ്ഞത്? അവന് 2 അല്ലല്ലോ 3 അല്ലേ പെങ്ങന്മാര്? മൂന്നാമത്തവൾ ഇറങ്ങിപ്പോയതാ. അവക്കൊരു നയാ പൈസ കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. പക്ഷേ വിഷ്ണു പറഞ്ഞത് എല്ലാവർക്കും കൊടുക്കണമെന്നല്ലേ? വനജയ്ക്കൊരു ആങ്കൊച്ച. അവന്റെ പഠിത്തത്തിനും ബാക്കി ആവശ്യത്തിനും ഒക്കെ വിഷ്ണു നല്ലോണം കൊടുക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊരു പെങ്കൊച്ച. മാത്രമല്ല, അവള് വളർന്നുകൊണ്ടിരിക്കുക. 3-4 കൊല്ലം കഴിയുമ്പോ കെട്ടിച്ചു വിടണം. 10-17 വയസ്സല്ലേ ആയുള്ളൂ അവക്ക്. ഇത്രയും പെട്ടെന്ന് എന്തിനാ അവളെ കെട്ടിച്ചു വിടുന്നത്? എന്റെ ബുദ്ധിമോശം കൊണ്ട് അവക്കൊരു ചീത്തപ്പേര് വന്നില്ലേ? അതുകൊണ്ട് എത്രയും വേഗം കല്യാണം നടത്തണം. അപ്പൊ പിന്നെ എനിക്കാ പൈസയുടെ ആവശ്യം. അമ്മൂമ്മ ഇങ്ങനെ സാമട്ടി മൂളിയെ പോരാ. കാശ് ഇങ്ങനെ 2ആയിട്ട് ഭാഗിക്കാൻ പറ്റത്തില്ല. എനിക്ക് 3, അവക്ക് 2. പക്ഷേ സരസമ്മ സമ്മതിക്കണ്ടേ? അവളും പൈസ ചോദിച്ചിട്ടുണ്ട്. അമ്മൂമ്മ നല്ല കണക്കിനങ്ങ് നിന്നാ മതി. കാശ് അമ്മൂമ്മയുടെ അല്ലയോ? അപ്പൊ പിന്നെ അമ്മയ്ക്ക് എന്താ അതീ കാര്യം? അതാ എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത്. കാശ് എന്റേതല്ലേ? പിന്നെ അതെങ്ങനെ വീതിക്കണമെന്ന് പറയാൻ നിനക്കെന്താ കാര്യം? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഭാഗിക്കും. ചിലപ്പോ ഭാഗിച്ചില്ലെന്നും വരും. അയ്യോ, എന്താ? എന്താ മച്ചി? ഞാൻ വല്ലാത്ത ധർമ്മസങ്കടത്തിലാ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു രൂപമില്ല. ഒരു കാര്യം ഞാൻ നേരത്തെ പറയാം. മുഴുവൻ കാശും കൊടുക്കരുത്. അത് മഹാ അബദ്ധമാ. കാശാണ് ചെല്ലമ്മ അമ്മച്ചിയുടെ ബലം. അത് മറക്കരുത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല അപ്പുക്കുട്ടാ. ആ കൊച്ച് അത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്റെ കൈ തന്നു. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അത് വിഷ്ണുവിനാണെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി ബാങ്കിലിട്ടേനെ. പക്ഷേ അപ്പോഴാ അവനത് വേണ്ടെന്ന് പറഞ്ഞത്. അതോടെ തീർന്നില്ലേ? വിഷ്ണുവിന്റെ സ്വഭാവം അതാണെന്ന് അമ്മച്ചിക്ക് അറിഞ്ഞൂടെ? അതുകൊണ്ടും തീർന്നില്ല. അവൻ പറഞ്ഞത് അവന്റെ പെങ്ങന്മാർക്ക് വേണ്ടി പകുത്തു കൊടുക്കാൻ. അതും അവളുമാര് കേക്ക.
പിന്നെ അവര് വെച്ചേക്കും. എനിക്കിപ്പ ഇടത്തോട്ടും വലത്തോട്ടും തിരിയാൻ വയ്യെന്നായി. എല്ലാരും ചക്കയിൽ ഈച്ച ഒട്ടുന്നത് പോലെ നടക്കുക. ഛേ, വലിയ മെനക്കേടായെന്ന് പറഞ്ഞാ മതിയല്ലോ. ഇതൊക്കെ ഒരു രസമല്ലേ ചെല്ലമ്മച്ചി? ചിലപ്പം ഞാനും വിചാരിക്കും 1 കോടി രൂപ ലോട്ടറി അടിച്ചെന്നൊരു നമ്പർ ഇറക്കാന്ന്. ചുമ്മാ ആളുകളുടെ സ്നേഹം കാണാമല്ലോ. ഞാനിനി എത്ര കാലമാടാ അപ്പുക്കുട്ട? എന്നായാലും മുകളിലോട്ട് പോവും. അപ്പൊ പിന്നെ ഈ കാശെല്ലാം ഇവർക്കുള്ളതാ. അതുവരെ അത് ബാങ്കിലിട്ടേക്കാനാണ് എനിക്കിഷ്ടം. ഓ, പക്ഷെ വിഷ്ണു പറയുന്നത് നേരത്തെ കൊടുത്തോളാനാ. അവർക്ക് ആവശ്യത്തിന് ഉപകരിക്കട്ടെ എന്ന്. ആ, എന്തു കുന്തെങ്കിലാവട്ടെ. അവന് വേണ്ടി വിചാരിച്ച് സ്വരുക്കൂട്ടിയ കാശല്ലേ, അവൻ തീരുമാനിക്കട്ടെ. നമ്മളൊരു സാധനം ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എന്തോ ചെയ്യുന്നു അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? വേണ്ടവർ സൂക്ഷിക്കും, അല്ലാത്തവർ വഴികളയും. ഏതായാലും അമ്മച്ചി കാശ് മുഴുവനും അവർക്ക് പുട്ടടിക്കാൻ കൊടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. വേറൊന്നും കൊണ്ടല്ല, അവർക്കത് സൂക്ഷിക്കാറിഞ്ഞൂടാ. ദേ, അമ്മച്ചി 1 ലക്ഷം അമ്മച്ചിയുടെ പേര് ബാങ്കിൽ ഇടണം. ബാക്കി ഓരോ ലക്ഷം 3 പെങ്ങന്മാർക്കും 1 വിഷ്ണുവിൻ്റെ അമ്മയ്ക്കും കൊടു. അപ്പം പിന്നെ പരാതിയില്ലല്ലോ. ആ, അതാ എൻ്റെ മനസ്സില്. കാണാമല്ലോ ഇവളൊക്കെ കാശ് കിട്ടുമ്പോ എന്തോ ചെയ്യുമെന്ന്. പിന്നെ അമ്മച്ചിയുടെ പേരിൽ 1 ലക്ഷം ഉണ്ടെങ്കിൽ നമുക്കത് ബിസിനസ്സിലിടാം. അമ്മച്ചിക്ക് നല്ല കൈരാശ്യം ഉള്ളതാ. 1 വെച്ചാൽ 100. അപ്പൊ പിന്നെ ഈ 1 ലക്ഷം 5 ലക്ഷം ആവാൻ സമയം എത്ര വേണം? എനിക്കതല്ലടാ, ആ വിഷ്ണു ഇങ്ങനെ ഒരു മണുങ്കൂസനായി പോയല്ലോ. എടാ അപ്പുകുട്ട, ഞാൻ മരിച്ചുപോയാ അവന്റെ കാര്യത്തിൽ നീ ഒരു കണ്ണു വെച്ചോണം. വേറൊന്നും കൊണ്ടല്ല, അവൻ കിട്ടുന്നതൊക്കെ എടുത്ത് ദാനം ചെയ്യും, അവസാനം പട്ടിണി കിടക്കുകയും ചെയ്യും. അതോർത്ത് അമ്മച്ചി വിഷമിക്കണ്ട, വിഷ്ണുവിന് നല്ലതേ വരൂ. ഇതിപ്പോ കടലാസായിട്ടാണ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. അതിന് ബാങ്കിൽ കൊടുക്കണം. അതിന് അവിടെ നമ്മുടെ പേരില് എന്തോ തുറക്കണം പോലും. അക്കൗണ്ട് തുറക്കണം. ആ, അക്കൗണ്ട്. അത് സാരമില്ല അമ്മച്ചി, നമുക്ക് ഇന്ന് തന്നെ ഒരു അക്കൗണ്ട് തുറക്കാം. ആ, പിന്നെ ഒരു ഫോട്ടോ എടുക്കണം. ഫോട്ടോയോ? ഓ, എനിക്കതൊന്നും അറിഞ്ഞൂടാ. നീ അതൊക്കെ ചെയ്തു തരണം. അമ്മച്ചി ധൈര്യമായിട്ടിരിക്കണം, നമുക്കെല്ലാം ശരിയാക്കാം. ആഞ്ജനേയാ, അപ്പുകുട്ടാ, ഞാൻ കൂടുണ്ട്. സരസമ്മേ, സരസമ്മോ, നീ വാ. എന്തിനാ? എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. ആ, എന്നാ പിന്നെ നിന്റെ പണി നോക്ക്. ആ വനജയും വിമലയും വിളിക്ക്. അമ്മുമ്മ വിളിക്കുന്നെന്ന് പറ. ഓ, എന്റെ പൊന്ന് സരസമ്മ ചേച്ചി, നല്ല കാലം വന്ന് വരാന്തേ ഇരിക്കുമ്പം ഇങ്ങനൊന്നും പറയാതെ. 4 കാശ് കിട്ടാനുള്ള വഴിയാ. ഓ, ആ ചട്ടുവും ചൂലൊക്കെ കളഞ്ഞിട്ട് ഇങ്ങോട്ട് വാ. 4 കാശ് ഓ, എവിടെ? അതൊക്കെ ഉണ്ടെന്ന്. ഇവര് ആ കാശൊക്കെ കൊണ്ടുപോയി അപ്പോഴേ ബാങ്കിലിട്ടില്ലേ? എവിടെ? ബാക്കിയുള്ളൊരു കഷ്ടപ്പെടുന്ന മിച്ചം. അവളോട് പോവാൻ പറ. അത് തന്നെ. നീ അതിഞ്ഞെടുക്ക്. അപ്പുകുട്ടാ, ഇത് നോക്ക്. ആരുടെ പേരാ? ഇത് വിമല. വിമലേച്ചി, വിമലേച്ചി ഓടി വാ. ഭർത്താവ് പോയാലെന്ത്, 1 ലക്ഷം അല്ലേ അടിച്ചിരിക്കുന്നത്. വിമലേച്ചി. എന്നെ വിളിച്ചോ? ഞാനല്ല വിളിച്ചത്, അമ്മുമ്മ വിളിച്ചത്. എന്താ അമ്മുമ്മേ? താണ്ട കിട്ടാളെ വാങ്ങിച്ചോണ്ട് പോ. അയ്യോ, ഇത് നിനക്ക്. 1 ലക്ഷം. 1 അല്ലെങ്കിലും ചെല്ലമ്മപ്പിള്ള എന്ന് പറഞ്ഞ ഈ വീടിന്റെ ഐശ്വര്യം. അപ്പൊ നിങ്ങൾ ഇത് ബാങ്കിൽ ഇട്ടില്ലയോ? അത് നന്നായി. ഈശ്വരാ, ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് സൽബുദ്ധി ഉദിച്ചല്ലോ. നോക്കട്ടെ. എനിക്ക് കിട്ടിയതേ ഞാൻ മാത്രം കണ്ടാ മതി. എല്ലാവർക്കും തുല്യായിട്ടാണ് ബാധിച്ചിരിക്കുന്നത്. ഇനി അതിന്റെ പേരിൽ തല്ലും വിളിയും വേണ്ട. അതെ, മടിച്ചു നിൽക്കാതെ അറച്ചു നിൽക്കാതെ ഓരോരുത്തരായിട്ട് കടന്നു വന്ന് വാങ്ങിക്കൂ. അതാണിത് വനജയ്ക്കുള്ളതാണ്. അത് എന്റെ കയ്യിൽ തന്നാ മതി. ഞാനാണല്ലോ അമ്മായി അച്ഛൻ. എവക്കും കൊച്ചിനും വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. അതേതായാലും വേണ്ട, അവക്കുള്ളത് അവളുടെ കയ്യിൽ തന്നെ കൊടുത്തോളാം. എത്ര അടി നിനക്ക്? ചേച്ചിക്ക് എത്രയുണ്ടെന്ന് ചോദിച്ചപ്പോ വലിയ വിഷമായിരുന്നല്ലോ. അപ്പൊ എനിക്കൊന്നുമില്ലല്ലോ. ഈ കണ്ട കാലം അത്രയും ഇവർക്കൊക്കെ വെച്ചു വിളമ്പി പരിപാലിച്ചും കഴിഞ്ഞ് എനിക്കൊന്നുമില്ലല്ലേ? സരസമേ, നീ കിടന്ന് പിടയ്ക്കാതെ പിടിച്ചോ. ഇത് സരസമ്മ ചേച്ചി കൊടുത്തോ. നോക്കണേ, എത്രയാണ്? 1 ലക്ഷം. 1 ലക്ഷം? അമ്മേ, അല്ല, എനിക്കൊന്നുമില്ലേ ചെല്ലമ്മപ്പിള്ളേ. ഒന്നുമില്ലെങ്കിലും ഞാനിവിടെ അമ്മാവനല്ലയോ. അമ്മാവന്മാരെ
അനന്തരവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ, അല്ലാതെ നിനക്കും കൂടി തരാൻ എന്റെ കയ്യിലില്ല രാമകൃഷ്ണ. ആ, ഇനി ഒരു കടലാസ് കൂടെ ഉണ്ട്, അത് എന്റെ വിനീതയ്ക്ക്. അവൾക്ക് എന്തിനാ? എല്ലാവരുടെ മുഖത്ത് കരി വാരി തേച്ചിട്ട് പോയ അവൾക്ക് എന്തിനാ? ആ ആ, ആ. അങ്ങനെയാണെങ്കിൽ നിന്റെ ഭർത്താവ് എന്തുമാത്രം കരിയ ഈ കുടുംബത്തിൽ പുരട്ടി വെച്ചിരിക്കുന്നു. ആ. നിനക്കും കാശ് വേണ്ടല്ലോ. കരിയുടെ അളവ് വെച്ചിട്ടാണെങ്കിൽ ആർക്കും കിട്ടത്തില്ല വനജേ. അതുകൊണ്ട് കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാൻ നോക്ക് കേട്ടാ. എന്നാലും ബാക്കി കാണണമല്ലോ. ഓ അതെന്തേ 1 ലക്ഷം? അതാർക്കാ? അതെന്റെ കയ്യിലുണ്ട്. അതെന്തിനാ നിങ്ങൾ ഈ വയസ്സുകാലത്ത് 1 ലക്ഷം കൈ വെച്ചേക്കുന്നത്? അതെല്ലാവർക്കും കൂടെ അങ്ങ് വീതിച്ചെന്നാ പോരായിരുന്നോ? അല്ല, എനിക്കും കൂടെ 10ഓ 25ഓ തരാമായിരുന്നു. അയ്യടാ, പിന്നെ അതെ, ചെല്ലമ്മേമ്മച്ചിയുടെ കയ്യിൽ സ്വന്തമായിട്ട് കുറച്ച് കാശിരിക്കണ്ടായോ? ഓ, വയസ്സ് കാലത്തും വയസ്സെന്ന് ഇനി ഇവിടെ പറഞ്ഞേക്കരുത്. എനിക്ക് അത്ര വയസ്സൊന്നും ആയിട്ടില്ലടി. ആ. വയസ്സായ എന്താ, പോയി ചത്തുകളെ. അതല്ലേ ഹ? കുറച്ച് കാശ് എന്റെ കയ്യിലും വേണം. ഹ, അത് നീയൊക്കെ അല്ലേ ആളുകള് എന്നെ ഇട്ട് വട്ടക്കൊട്ടയിൽ വെള്ളം കോരിപ്പിക്കും. ആ അത് തന്നെ അമ്മച്ചി. അല്ലെങ്കിൽ അപ്പുകുട്ട, കുറച്ച് കാശ് നമ്മുടെ കയ്യിലും വേണ്ടേ? പിന്നെ വേണ്ടായോ? ആ, ഞാൻ ചോദിക്കട്ടെ, ചെല്ലമ്മേമ്മച്ചിക്ക് ചിലപ്പോ ഒന്നുകൂടെ കല്യാണം കഴിക്കണോ തോന്നുന്നു. ചെലവിന് പെട്ടെന്ന് കാശിന് എവിടെ പോവും? അപ്പുകുട്ട, ഓ. അങ്ങനെ ചോദിക്കടാ. ആ. ആ, പിന്നെ എനിക്കറിയാം, നിങ്ങളത് വിഷ്ണുവിന് കൊടുക്കാൻ വെച്ചേക്കുക. അവന് വേണ്ടെന്ന് പറഞ്ഞാലും അവന് കൊടുക്കണം. അവൻ വേണ്ടെന്ന് പറയുന്നത് അവന്റെ വിവരക്കേട്. എടീ, ചെല്ലമ്മ കൊറേ ജീവിതം കണ്ടതാ. കാശെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ അത്യാവശ്യമാണ്. അത് ആവശ്യത്തിനുണ്ടെങ്കിൽ ബന്ധങ്ങളൊക്കെ നല്ലതാ. എല്ലാവർക്കും എല്ലാരോടും സ്നേഹമാണ്. പക്ഷെ കാശ് കൂടിയാലും കുറഞ്ഞാലും അപകടം. അത് എല്ലാരും ഓർത്തിരിക്കുന്നത് നല്ലത്. അപ്പൊ കുട്ടാ, ഓ അപ്പൊ നമ്മുടെ എല്ലാ ജോലിയും തീർന്നല്ലോ. ഇനി എല്ലാവരുടെയും വിധി പോലെ. ആ, എല്ലാരും ഹാപ്പി അല്ലേ? ശരി ആ, ശരി. അപ്പോ എനിക്ക് മാത്രം ഒന്നും ഇല്ലല്ലോ. അമ്മേ, ആ, പോട്. തന്നില്ലേ പോ. നിനക്ക് ഒന്നുമില്ല, പോ. കണ്ടോടാ, ഏ? ഇത്രേ ഉള്ളു ജീവിതം. ഇത്രേ ഉള്ളൂ. ആ, അത് തന്നെ അമ്മുമ്മ പറഞ്ഞത്.